ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ മന്ത്രം പതിവായിട്ട് ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടസന്താന ലബ്ധിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബാധാദോഷങ്ങൾ വന്നിട്ട് ഈ നാഗദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ അബോഷണായി പോകുന്നതൊക്കെ അധികവും കാണാറുണ്ട്. സന്താന ലബ്ധിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള പൂജാവിധികൾ എന്തൊക്കെയാണ്? നമ്മൾ സന്താന ലബ്ധിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പായസ ഹോമം എന്ന് പറഞ്ഞിട്ട് ഒരു പൂജയുണ്ട്. അതായത് ഹോമമാണ്. പുരുഷ സൂക്തം, അവിസ്, പാല് ചേർത്ത് ഹോമിക്കുന്നതാണ് ഈ പായസ ഹോമം. അത് തുടർച്ചയായിട്ട് ഒരു വർഷക്കാലം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഹോമത്തിൽ തന്നെ ചില ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാവും. അതിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഷഷ്ടി വ്രതം എടുക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. തുടർച്ചയായിട്ട് 8 ഷഷ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ സന്താനങ്ങൾ അല്ലെ ഇഷ്ടസന്താന ലബ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഷഷ്ടി വ്രതം വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി എടുക്കുക. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം സ്കന്ദഷഷ്ടി ആയിരുന്നല്ലോ. ഇതെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയുടെ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ കഴിക്കാണ്ട് ഒരു നേരം അരിയാഹാരം കഴിച്ച് ഷഷ്ടിയുടെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസമായിട്ട് ഭക്ഷണം കഴിക്കാതെ നിന്ന് വൈകുന്നേരം സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂജയിൽ നിവേദിച്ച എന്തെങ്കിലും ഒരു പ്രസാദം കഴിച്ചതിന് ശേഷം ഷഷ്ടി മുഴുവനാക്കുക. അങ്ങനെ ഷഷ്ടി ഒരു 8 എണ്ണമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 എണ്ണം എടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കാം. പിന്നെ സന്താന ഗോപാല മന്ത്രം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനേം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ആ മന്ത്രം പതിവായിട്ട് ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ നമുക്ക് ഇഷ്ടസന്താന ലബ്ധിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളിൽ ഒന്നാണ് സന്താന ലബ്ധി ഇല്ലാണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞാലും സന്താനങ്ങളില്ലാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കല്യാണ വിഷയവും വിവാഹ തടസ്സം നേരിടുക, അതൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ സമൂഹത്തിൽ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എന്താ പറയുക, ഷഷ്ടി വ്രതം എടുക്കുകയും പായസഹോമം നടത്തുകയും സന്താന ഗോപാല മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടാവും. പിന്നെ പറ്റുകയാണെങ്കിൽ വ്യാഴാഴ്ച വ്രതം, മഹാവിഷ്ണുവാണ് ഇതിൻ്റെയൊക്കെ ആൾ എല്ലാ കാര്യത്തിൻ്റെയും. കാരണം എല്ലാ ഗ്രഹത്തിൻ്റെ അധിപനായിട്ടുള്ള ആൾ മഹാവിഷ്ണുവാണ്. അപ്പം മഹാവിഷ്ണുവിനെ നന്നായിട്ട് ജപിക്കുക, പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും പാൽപ്പായസവും കഴിപ്പിക്കുക. പിന്നെ പറ്റുമെങ്കിൽ മാസത്തിൽ ഗുരുവായൂരൊന്ന് പോയി തൊഴുക. അതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇതിനൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അധികം വേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥന തന്നെയാണ്. സന്താനങ്ങളില്ലാത്തവർ നാഗദേവതയാണ്, നാഗത്തെയാണ് പ്രധാനമായും പ്രീതിപ്പെടുത്തേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. കൂടുതലും സന്താനം ഇല്ലാത്തതിന്റെ കാരണവും നാഗദോഷമാണ്. അതെ അതെ. അപ്പോൾ അതും വളരെ സത്യമാണ്. കാരണം നമ്മളിപ്പം ഈ പറഞ്ഞത് കൂടാണ്ട് മണ്ണാർശാലയൊക്കെ ഉരുളി കമത്തുന്ന രീതിയുണ്ട്. കുട്ടികളില്ലാത്തവർ കേട്ടിട്ടുണ്ടാവും. സന്താനത്തിൻ്റെ ഒരാളും അല്ലെങ്കിൽ സ്കിൻ ഡിസീസ്, മാനസികാരോഗ്യം, ഇതിനൊക്കെ ആൾ നാഗത്തേവരാണ്. അപ്പം നാഗത്തേവർക്ക് നമ്മൾ സർപ്പബലി കഴിക്കുക, അല്ലെങ്കിൽ പാലഭിഷേകം ചെയ്യുക, പാൽപ്പായസം നിവേദിക്കുക, പിന്നെ എന്താ പറയുക മഞ്ഞപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്യുക, മഞ്ഞളഭിഷേകം ചെയ്യുക, ആയില്യത്തിന് ചെയ്യുക. അതായത് ഇപ്പം ആയില്യം വടക്കൻ മലബാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുംഭമാസത്തിലെ ആയില്യമാണ് പ്രാധാന്യം. ഈ തെക്കോട്ടൊക്കെ വന്നാൽ കന്നിയിലെ ആയില്യം, തുലാത്തിലെ ആയില്യമൊക്കെ വിശേഷമായിട്ട് കാണാറുണ്ട്. അപ്പോൾ നാഗത്തിന് വഴിപാട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, അതും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിന് വിശേഷമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ദേവീ മഹാത്മ്യത്തിലൊക്കെ ചില എന്താ പറയുക കുട്ടികളുണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ചില മന്ത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ സന്താന ഗോപാല യന്ത്രം എഴുതിക്കെട്ടും ദേഹരക്ഷയായിട്ട് സന്താന ഗോപാലമൂർത്തി ആ മന്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം എഴുതിയിട്ട് അതിൻ്റെ ഇത് വരയ്ക്കാനുണ്ട്, വരച്ചിട്ട് വേണം എഴുതുക. അത് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട്
ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. കാരണം ഈ ബാധാദോഷങ്ങൾ വന്നിട്ട് ഈ നാഗദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ അബോർഷനായി പോകുന്നതൊക്കെ അധികവും കാണാറുണ്ട്. അത് നമ്മൾ ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ 5ാമത്തെ ഭാവമാണ് നോക്കുക. ലഗ്നം തൊട്ട് 5 എണ്ണിക്കഴിഞ്ഞാൽ അത് 5ാമത്തെയാണ് സന്താനങ്ങളുടെ, 7ആണ് വിവാഹത്തിൻ്റെ. അപ്പോൾ 5ാമത്തെ ഇതിൽ ഈ പറഞ്ഞ പോലെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ സന്താനങ്ങൾക്ക് തടസ്സം വരും. അപ്പം ഏത് ഗ്രഹമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് വെച്ചാൽ പിന്നെ അങ്ങനെ പൂജ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ നാഗത്തിന് ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക, മഹാവിഷ്ണുവിനെ പൂജിക്കുക, സുബ്രഹ്മണ്യ സ്വാമിക്കും ഷഷ്ടി വ്രതമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചാൽ. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. എന്നാലും ചില ആൾക്കാർക്ക് ഇപ്പം ആദ്യത്തെ പെൺകുട്ടിയാണെങ്കിൽ പിന്നത്തെ വേണമെന്നൊക്കെ ഉണ്ടാവും. അതിനും ഈ ഷഷ്ടി വ്രതമൊക്കെ എടുത്തിട്ട് പിന്നെ ഗുണമുണ്ടായ ആൾക്കാർ എനിക്കറിയാം. അതാണ് ഇഷ്ടസന്താന ലബ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈശ്വരൻ തരുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ആരോഗ്യവും നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാവണമെന്നേ ഉള്ളൂ. കാരണം അപ്പം നല്ല ബുദ്ധിശക്തി നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, എന്താ കുഴപ്പം? സ്ത്രീ ആയാലും പുരുഷനായാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഈ പ്രാർത്ഥന നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നാഗദോഷമുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കുട്ടികളുണ്ടാവാത്തത് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറി നിന്നാൽ പറ്റും എന്നൊരു പരിഹാരം പറയും. പക്ഷെ അതങ്ങനെ മാറി നിൽക്കാതെയും പറ്റില്ലേ? അതായത് ചില മണ്ണിൽ ശാപദുരിതങ്ങളുള്ള മണ്ണായിരിക്കും. ഇപ്പോൾ ഈ നാഗക്കാവുകൾ നശിച്ച സ്ഥലം, അല്ലെങ്കിൽ വൈഷ്ണവ ദുരിതങ്ങളുള്ള സ്ഥലം, ബ്രാഹ്മണർ താമസിച്ച ഇല്ലങ്ങൾ അല്ലെ ദേവാലയങ്ങൾ നശിച്ച സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളുണ്ടാവും. അതിന് ഏറ്റവും നല്ലത് മാറി താമസിക്കുക തന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. പിന്നെ കുറേ പരിഹാരങ്ങൾ ആ മണ്ണിൽ നമുക്ക് പൂജകളും ഹോമങ്ങളൊക്കെ ചെയ്ത് ആ മണ്ണിനെ ശുദ്ധി വരുത്താമെന്നൊക്കെ പറയുമെങ്കിലും അത് ചിലപ്പം പെട്ടെന്ന് ഗുണം കിട്ടിയെന്ന് വരില്ല. ഒരായുസ് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മാറി താമസിക്കുക. അങ്ങനെ നമ്മളൊരു പുതിയ സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കേണ്ടത് ഇതുപോലെ അമ്പലങ്ങൾ നശിച്ചതോ നാഗക്കാവുകൾ നശിച്ചതോ അല്ലെങ്കിൽ ഇല്ലങ്ങൾ നശിച്ചതോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലവും നമ്മൾ പറ്റുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് വാങ്ങരുത്. അതുപോലെ ശ്മശാന ഭൂമി ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്. കാരണം എന്താ അറിയുക, ആ ദുരിതം നമ്മളെ കുടുംബത്തിനെ ചിലപ്പം വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മളെ ദോഷ സമയമാണെങ്കിൽ ഇതൊക്കെ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ചില ജ്യോതിഷന്മാർ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അപ്പം അത് പേടിപ്പിക്കുന്നത് നല്ലതിന് വേണ്ടിയാണോ അതോ അങ്ങനെ അല്ലയോ? നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് എന്താ വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ നേരെ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് പേടിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയും. ചിലർ എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയുക, അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതാക്കി ഉണ്ടാവും. എനിക്കറിയില്ല. ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. അത് നല്ലൊരു വിവരമുള്ള ആളാണെങ്കിൽ ആ കാര്യം വ്യക്തമായി പറയുകയുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയില്ല കേട്ടോ. പറയാൻ പറ്റാത്ത, നിങ്ങളെ കൂടെ വേറെ ആരെങ്കിലും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടില്ലേ? അപ്പം എന്തായാലും വളരെ മോശം സമയമാണെന്നേ പറയുള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ലേ? ഉണ്ടാവും പ്രശ്നത്തിന് പരിഹാരം. പക്ഷെ ചില ജാതകത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ദുരിതം അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളതുണ്ടാവും. പൂർവികമായിട്ടുള്ള ചില ദുരിതങ്ങളെ അല്ലെ തറവാട്ടിൻ്റെ ദുരിതങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ ചിലത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ കാണുന്നില്ലേ ചിലപ്പം ചില കുട്ടികൾ മാനസിക പ്രശ്നമൊക്കെ ആയിട്ട് ജനിക്കുന്നു. അതിനൊന്നും ചിലപ്പം ചിലതിന് പരിഹാരം ഉണ്ടാവില്ല. അത് ചിലപ്പം ആ തറവാട്ടിലെ ദുരിതാവാം, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെ പൂർവികമായിട്ടുള്ള അല്ലെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ദുരിതത്തിൻ്റെ ഫലമാവാം. അത് അനുഭവിച്ചേ മതിയാവുള്ളൂ. അവർ മരിക്കും വരെ ചിലപ്പോൾ ഈ കുട്ടിയെ അതുപോലെ സംരക്ഷിക്കേണ്ടി വരും. എന്തൊരു ദുരിതം ആലോചിച്ച് നോക്കൂ. അതിനൊരു ചിലപ്പോൾ ഒന്നിനൊരു മാറ്റം തന്നെ ഉണ്ടാവില്ല. വേറെ ഒന്നിനും പോകേണ്ട, അതോടുകൂടി അവരുടെ ജീവിതം തീർന്നു എന്ന് തന്നെ പറയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് സങ്കടം വരുമെങ്കിലും പക്ഷെ അതൊക്കെ ഒരു യോഗങ്ങളാണ്, നമുക്ക് മാറ്റാൻ പറ്റാത്ത യോഗങ്ങളാണ്. നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരവായിട്ടോ പരിഹാരം ഇല്ലേ എന്ന്, അതിനൊന്നും പരിഹാരമില്ല. താങ്ക് യു. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ പ്രസാദ് ഏറാഞ്ചേരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ പ്രസാദുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.